ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ മാവോയിസ്റ്റുകൾ സഹായിക്കാൻ വന്നാൽ, അത് തൃണമൂൽ കോൺഗ്രസുകാർ സഹായിക്കാൻ വന്നാൽ മാവോയിസ്റ്റ് സമരം എന്ന് മുദ്രകുത്തി അവരെ അടിച്ചമർത്താവുന്നതാണോ? പട്ടിയെ പേപ്പട്ടിന്ന് വിളിച്ചാൽ പിന്നെ തല്ലിക്കൊല്ലാൻ ന്യായമൊന്നുമില്ല. പേപ്പട്ടിന്ന് വിളിച്ചാൽ മതി, പേപ്പട്ടിയല്ലോ തല്ലിക്കൊല്ലാതെ. അതുപോലെ ജനകീയ സമരത്തെ അടിച്ചമർത്താനുള്ള എളുപ്പവഴി എന്താ? ജനകീയ സമരത്തെ അടിച്ചമർത്താൻ ഭരണാധികാരികൾ കണ്ടിരിക്കുന്ന എളുപ്പവഴി മാവോയിസ്റ്റ് സമരമാ, ഭീകരമായ സമരമാ എന്ന് പറഞ്ഞ് ആക്രമിക്കുകയാണ്. 7,000 കോടി രൂപയാ ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വകയിരുത്തിയിരിക്കുന്നത്. 7,000 കോടി രൂപ. ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ ട്രൈബൽ ഹണ്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദിവാസികളെ കൂട്ടക്കൊല ചെയ്യുകയാണ്. പത്രങ്ങൾ വാർത്ത കൊടുക്കാത്തതാ. പത്രങ്ങൾ വാർത്ത കൊടുക്കുന്നതിന് ഫലപ്രദമായി തടഞ്ഞിരിക്കുകയാണ്. ആദിവാസികൾക്കെതിരായി നരഹത്യ നടക്കുകയാണ്. ആരാ നടത്തുന്നത്? അതാണ് രസം. ബംഗാളിലെ ഇടതുമുന്നണി ഗവൺമെന്റും കേന്ദ്രം ഭരിക്കുന്ന കോൺഗ്രസ് ഗവൺമെന്റും ഒരുമിച്ച് ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ലാൽഗഡിലെ ആദിവാസികൾക്കെതിരെ, ദളിതുകൾക്കെതിരെ ആക്രമണം നടത്തുകയാണ്. കോൺഗ്രസ് പാർട്ടിയും CPM തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമാണ്, വലിയ തർക്കമാണ്. പക്ഷേ എല്ലാ തർക്കവും തീരുന്നു എപ്പോഴ്? ജന്റാലിന് വേണ്ടി, കുത്തമലയാളിമാർക്ക് വേണ്ടി ആദിവാസികളെ ആക്രമിക്കുമ്പോൾ ഒരുമിച്ച ഒരു തർക്കവുമില്ല. എവിടെ ഇവർ നിൽക്കുന്നത്? ഞങ്ങൾ ഇടവ, ഞങ്ങൾ വലവും ഇടതുമൊക്കെ കളിക്കുമ്പോൾ യഥാർത്ഥത്തില് വലതെന്നോ ഇടതെന്നോ പേരില്ലാതെ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? കുത്തക മുതലാളിമാരുടെ കൂടെയോ ആദിവാസികളുടെ കൂടെയോ? കുത്തക മുതലാളിമാരുടെ കൂടെ വന്നിട്ട് ഞങ്ങൾ ഇടവാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു മുതലാളിത്ത രാജ്യത്ത് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ തൊഴിലാളി പക്ഷം എന്നായിട്ട് അർത്ഥം. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുന്നവന്റെ പക്ഷം എന്നായിട്ട് അർത്ഥം. അധ്വാനിക്കുന്നവന്റെ പക്ഷത്ത് നിൽക്കുന്നവ എന്താണ് ഇടതുപക്ഷമാവുന്നത്? ഇവിടെ ബുദ്ധദേവ് ഭട്ടാചാര്യരും ചിദംബരവും ഒരുമിച്ച പട്ടാളത്തെ വിട്ട്, അർദ്ധസൈനിക വിഭാഗത്തെ വിട്ട്, പോലീസിനെ കൈകൂടി വിട്ട് ആദിവാസികൾക്കെതിരെ ലാൽഗഡിൽ യുദ്ധം പ്രഖ്യാപിക്കുന്നത് ഒരുമിച്ച്. ആഗോളീകരണത്തിന്റെ സങ്കല്പമായിരുന്നു മുതലാളിമാരെ കയറൂടി വിട്ടാൽ മതി വികസനമാകുമെന്ന, മുതലാളിമാർക്ക് സർവതന്ത്ര സ്വാതന്ത്ര്യം കൊടുത്താൽ മതി വികസനമാകുമെന്ന ആഗോളീകരണത്തിന്റെ സങ്കല്പം. ആഗോളീകരണത്തിന്റെ ആ സങ്കല്പം എത്ര ജനവിരുദ്ധമാണെന്ന് ലോകവ്യാപകമായി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുതലാളിമാരുടെ ലാഭം വർദ്ധിച്ചാൽ, മുതലാളിമാരുടെ കയ്യിൽ സമ്പത്ത് കൊണ്ടുകൂടിയാൽ രാജ്യം വികസിക്കില്ല, സമ്പദ് വ്യവസ്ഥ പുരോഗമിക്കില്ല എന്നതിന് ഇന്ന് ലോകം സാക്ഷിയല്ലേ? ലോകം സാക്ഷിയ. ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യമാണ് അമേരിക്ക.